ഹലോ ഓൾ. അപ്പം നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സസ് ആയിരുന്നു നമ്മൾ വന്നിരുന്നത്. അതിൽ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്രോപ്പ് സീസൺസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രോപ്പ് സീസൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് ഇന്ത്യയിൽ രണ്ട് ക്രോപ്പ് സീസൺസ് ആണുള്ളത്. അതായത് റാബിയും ഉണ്ട്, ഖാരിഫ് സീസണും ഉണ്ട്. ഓക്കെ, റാബി സീസൺ ആൻഡ് ഖാരിഫ് സീസൺ. സോ ഈ ഒരു seasonal crops grown during these crop seasons are designated as rabi crops and kharif crops. അതായത് റാബി സീസണിൽ നമ്മൾ ഗ്രോ ചെയ്യുന്ന ക്രോപ്സിനെ റാബി ക്രോപ്സ് എന്ന് വിളിക്കും. ഖാരിഫ് സീസണിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ഖാരിഫ് ക്രോപ്സ് എന്ന് വിളിക്കും. Then ഈ റാബി crops are also known as winter crops and kharif crops are also known as monsoon crops. ഇനി നോർമലി റാബി ക്രോപ്സ് നമ്മൾ സോ ചെയ്യുന്നത് ഒക്ടോബർ സമയത്താണ്. ഒക്ടോബർ മന്തിലാണ് നമ്മൾ സോ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് മാർച്ച് എൻഡ് ആകുമ്പോൾ. ഓക്കെ, ബൈ ദ എൻഡ് ഓഫ് മാർച്ച് നമ്മൾ എന്തിൻ്റെയും ഹാർവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത് ഏപ്രിലിൽ നമ്മൾ സോ ചെയ്യും, എന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നത് ബൈ ദ എൻഡ് ഓഫ് സെപ്റ്റംബർ. Then there are certain crops which have a longer period between their sowing and harvesting times which extends from one crop season to the other. അപ്പോൾ ചില ക്രോപ്പിനെന്ന് പറഞ്ഞാൽ അതിന് ലോങ്ങർ പീരീഡ് ഉണ്ടായിരിക്കും ബിറ്റ്വീൻ ദെയർ സോയിങ് ആൻഡ് ഹാർവസ്റ്റിംഗ്. അതായത് സോ ചെയ്യുന്നത് മുതൽ ഹാർവസ്റ്റിംഗ് ടൈം വരെ ലോങ്ങർ പീരീഡ്. അതായത് ചിലപ്പോൾ അതിൻ്റെ ഒരു ക്രോപ്പ് സീസണിൽ നിന്ന് മറ്റേ ക്രോപ്പ് സീസൺ വരെ എക്സ്റ്റെൻഡ് ആവും ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ കെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഫെബ്രുവരി മാർച്ച് സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോ ചെയ്യുന്നത്. അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഡ്യൂറിങ് നവംബർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ മാർച്ചിലായിരിക്കും. സോ ഇവിടെ എന്താണ് പറ്റുന്നത്? ഷുഗർ കെയിൻ ടേക്ക് ആൾമോസ്റ്റ് എ ഫുൾ ഇയർ ഫോർ മെച്യൂരിറ്റി കവറിങ് ബോത്ത് ദ ക്രോപ്പ് സീസൺ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് പെരനിയൽ ക്രോപ്പ്. അപ്പോൾ ഇവിടെ ഷുഗർ കെയിൻ എന്ന് പറയുന്നത് രണ്ട് ക്രോപ്പ് സീസണിനെയും കവർ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ പെരനിയൽ ക്രോപ്സ്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ എടുക്കുകയാണ്. കോട്ടൺ എടുക്കുമ്പോഴത്തേക്കും റിലേറ്റീവ്ലി ലോങ്ങർ ടൈം ഫോർ മെച്യൂരിറ്റി. ഓക്കെ, കോട്ടണിന് എന്താണ്? ഇറ്റ് റിക്വയർസ് റിലേറ്റീവ്ലി ലോങ്ങർ ടൈം ഫോർ മെച്യൂരിറ്റി. അതായത് കോട്ടൺ നമ്മൾ സോ ചെയ്യുന്നത് മെയ്യിലോ അല്ലെങ്കിൽ ജൂൺ തുടക്കത്തിലോ ആയിരിക്കും. ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഡിസംബറിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ജാനുവരിയിലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെടുത്തു? 8 months മെച്യൂരിറ്റി ആവാൻ വേണ്ടിയിട്ട് കോട്ടൺ എടുക്കുന്നത് 8 months ആണ്. അതുകൊണ്ട് കോട്ടനെ നമ്മൾ 8 month ക്രോപ്പ് എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. Okay, then sometimes in between the rabi and the kharif crops, intermediate crops are grown, in which case the crops may be classified as hot weather crops, ഖാരിഫ് ക്രോപ്സ് ആൻഡ് റാബി ക്രോപ്സ്. അതായത് ചില സമയത്ത് നമ്മൾ ഖാരിഫും റാബി ക്രോപ്സിന് ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ ചില ക്രോപ്സ് ഗ്രോൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് ക്രോപ്സിനെ മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഹോട്ട് വെതർ ക്രോപ്പ്, ഖാരിഫ് ക്രോപ്പ് അല്ലെങ്കിൽ മൺസൂൺ ക്രോപ്പ്, പിന്നെ റാബി അല്ലെങ്കിൽ വിന്റർ ക്രോപ്സ് എന്ന് വിളിക്കാം. അതിൽ ഹോട്ട് വെതർ ക്രോപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫെബ്രുവരിയിൽ സോ ചെയ്യും, എന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നത് മെയ് അല്ലെങ്കിൽ ഏർലി ജൂണിലായിരിക്കും. Then crops may also be classified on the basis of their irrigation requirement. Irrigation requirementന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രോപ്സിനെ അതിന് ഒന്നുകൂടെ പറഞ്ഞാൽ ഖാരിഫ് ക്രോപ്പ് എന്ന് പറയുന്നത് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഖാരിഫ് ക്രോപ്പ് എന്ന് പറയുന്നത് നമ്മൾ സോ ചെയ്യുന്നത് ജൂണിലും ഹാർവെസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഏർലി ഒക്ടോബറിലാണ്. ദെൻ റാബി ക്രോപ്സ് ആർ സോൺ ഇൻ ഒക്ടോബർ ആൻഡ് ഹാർവെസ്റ്റഡ് ഇൻ ഫെബ്രുവരി. അപ്പൊ ഈ ഓരോ ക്രോപ്പും ഏത് സീസണിലാണ്, ഏത് മന്തിലാണ് സോ ചെയ്യുന്നത്, ഏത് മന്തിലാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഹോട്ട് വെതർ ക്രോപ്പിനെയും ഖാരിഫ് ക്രോപ്പിനെയും നമ്മൾ കമ്പൈൻലി സമ്മർ ക്രോപ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ക്രോപ്സിനെ നമുക്ക് അതിന്റെ ഇറിഗേഷൻ റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡ്രൈ ക്രോപ്സും ഉണ്ട്, വെറ്റ് ക്രോപ്സ് ഉണ്ട്. ആ പേര് തന്നെയുണ്ട്. ഡ്രൈ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇറിഗേഷൻ വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിലും അത് സാധാരണ കിട്ടുന്ന റെയിൻഫോളിന്റെ സമയത്ത് സോയിലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മോയ്സ്ചറിനെ യൂട്ടിലൈസ് ചെയ്ത് വളരുന്ന ക്രോപ്സ് ആണ് ഡ്രൈ ക്രോപ്സ്. അതിന് പ്രത്യേകം നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇറിഗേഷൻ വാട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വെറ്റ് ക്രോപ്സ് എന്ന് പറയുന്നത് ഈ ഇറിഗേഷൻ ഇല്ലാതെ വളരത്തില്ല. ഓക്കെ, ഇറിഗേഷൻ ഇല്ലാതെ വളരാത്ത ക്രോപ്പാണ് ഏതെന്നാണ് വെറ്റ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഖാരിഫ് ക്രോപ്സിന് എക്സാമ്പിൾസ് ഈ ഒരു ടേബിളിൽ ക്രോപ്പ് പറയുന്നുണ്ട്. ഖാരിഫ് ക്രോപ്സിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ദെൻ അതിന്റെ സോയിങ് ടൈം, ഹാർവെസ്റ്റിംഗ് ടൈം, പിന്നെ ആവറേജ് ഡെൽറ്റ. ഡെൽറ്റ എന്താണെന്ന് നമ്മൾ ഇനി പഠിക്കും. ഇവിടെ ഒരു ടേബിൾ ഞാൻ എടുത്തത് കൊണ്ട് അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇനി MM-ലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഡെൽറ്റ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഖാരിഫ് ക്രോപ്പിന് എക്സാമ്പിൾ ഏതൊക്കെ വരും? എയർലി റൈസ്, ട്രാൻസ്പ്ലാന്റഡ് റൈസ്, മെയ്സ്, ബജ്ര. ബജ്ര is also called spiked millet and jowar is also called great millet. അർഹർ, പൾസസ്, ഗ്രൗണ്ട്നട്ട്, ടിൽ. അപ്പൊ ഇത്രയും എന്താണ് ഖാരിഫ് ക്രോപ്പിന് എക്സാമ്പിൾ ആണ്. അതിന്റെ സോയിങ് ടൈം, ഹാർവെസ്റ്റിംഗ് ടൈം, അതിന്റെ ആവറേജ് ഡെൽറ്റ വാല്യൂ എത്രയാണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത് വരുന്ന റാബി ക്രോപ്സ്. റാബി ക്രോപ്സിന് എക്സാമ്പിൾ വരുന്നത് വീറ്റ്, ഗ്രാം, ബാർലി, പീസ്, മസ്റ്റാർഡ്, പൊട്ടാറ്റോ, ടൊബാക്കോ. അപ്പൊ ഈ ഒരു ടേബിൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ പഠിച്ചാൽ മതി. ദെൻ
8 month ക്രോപ്പിന് എക്സാമ്പിൾ ഏതാ പറഞ്ഞാൽ കോട്ടൺ ആണ് പറഞ്ഞത്. അതിന്റെ ആവറേജ് ഡെൽറ്റ വാല്യൂ 450 mm ആണ്. പെരനിയൽ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ ആണ് എക്സാമ്പിൾ. ആവറേജ് ഡെൽറ്റ വാല്യൂ 900. അതിന്റെ സോയിങ് ടൈം ഹാർവസ്റ്റിംഗ് ടൈം കൂടി പഠിക്കുക. അപ്പൊ ഇത്രയൊന്ന് ഈ ഒരു ടേബിൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഡെൽറ്റ എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.